നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തീരദേശത്ത് ലഹരി എത്തിച്ച് വിൽപ്പന നടത്തുന്ന 2 പേർ തിരൂർ പോലീസിന്റെ പിടിയിലായി. കൂട്ടായി സ്വദേശി റഷീദ്, പച്ചാട്ടി സ്വദേശി ദജാനി എന്നിവരെയാണ് തിരൂർ CI ജിജോയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. സ്ഥലപരിമിതി കൊണ്ട് വീർപ്പുമുട്ടുന്ന തിരൂർ ജില്ലാ ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റിയാക്കി ഉയർത്തുന്നതിന്റെ ഭാഗമായി വളവന്നൂരിലെ ആരോഗ്യ കേന്ദ്രത്തിൽ തിരൂർ ജില്ലാ ആശുപത്രിയുടെ ഉപകേന്ദ്രം ആരംഭിക്കുമെന്ന് MLA കുറുക്കുളി മൊയ്തീൻ. ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയരുതെന്ന മുദ്രാവാക്യമുയർത്തി വലിയപാടം കമ്പനിപ്പടി റെയിൽവേ മതിൽ നിർമ്മാണത്തിനെതിരെ LDF താന്നൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. കേരളത്തിൽ 12,223 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. എറണാകുളത്താണ് കൂടുതൽ പേർക്കും രോഗം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിന്റെ 77,598 സാമ്പിളുകളാണ് പരിശോധിച്ചത്. തീരദേശത്ത് ലഹരി എത്തിച്ച് വിൽപ്പന നടത്തുന്ന 2 പേർ തിരൂർ പോലീസിന്റെ പിടിയിലായി. കൂട്ടായി സ്വദേശി റഷീദ്, പച്ചാട്ടി സ്വദേശി ദജാനി എന്നിവരെയാണ് തിരൂർ CI ജിജോയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. 15 പാക്കറ്റ് MDMAയും 130 ഗ്രാം കഞ്ചാവും ഇവ ഉപയോഗിക്കാനുള്ള ഉപകരണങ്ങളും പോലീസ് പിടികൂടി. കൂട്ടായി കൊല്ലരിക്കൽ റഷീദ്, പച്ചാട്ടി കളരിക്കൽ മണ്ണശൻ, ദജാനി എന്നിവരെയാണ് പിടിയിലായത്. തിരൂർ താന്നൂർ തീരദേശങ്ങളിൽ ലഹരി വിൽപ്പന നടത്തുന്ന സംഘത്തിലെ കണ്ണികളാണ് പ്രതികൾ. കഴിഞ്ഞ ഡിസംബറിൽ കൂട്ടായി ഭാഗത്ത് യുവാവിനെ ആക്രമിച്ച് പണവും സ്വർണ്ണാഭരണവും കവർന്ന കേസിലെ പ്രതിയാണ് റഷീദ്. പച്ചാട്ടി ഭാഗത്ത് വെച്ചാണ് 15 പാക്കറ്റ് MDMAയും 130 ഗ്രാം കഞ്ചാവും ഇവ ഉപയോഗിക്കാനുള്ള ഉപകരണങ്ങളും കാറുമായി പ്രതികൾ അറസ്റ്റ് ചെയ്തത്. തിരൂർ CI ജിജോയുടെ നേതൃത്വത്തിൽ SI ജലീൽ കറുത്തേടത്ത്, ASI ദിനേശ്, സന്തോഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ഷറഫുദ്ദീൻ, ഷിജിത്ത്, ഉണ്ണിക്കുട്ടൻ, അരുൺ ദേവ്, അരുൺ എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. തിരൂർ നിയോജക മണ്ഡലത്തിൽ 9 സ്കൂളുകളിലായി 24,77 ലക്ഷം രൂപയുടെ പദ്ധതികൾക്ക് അംഗീകാരം ലഭിച്ചതായി കുറുക്കുളി മൊയ്തീൻ MLA അറിയിച്ചു. കിഫ്ബി ഉപയോഗിച്ച് നിർമ്മാണത്തിന് അനുമതി ലഭിച്ച സ്കൂളുകളുടെ PTA ഭാരവാഹികളുടെയും പ്രധാനാധ്യാപകരുടെയും അവലോകന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 6 ഹൈസ്കൂളിനും 1 UP സ്കൂളിനുമായുള്ള 7 സ്കൂളുകൾക്കായി 3 കോടി രൂപ വീതവും 1 കോടി രൂപ വീതം 2 UP സ്കൂളിനും കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണത്തിന് അനുമതിയായി. അധ്യയന വർഷം അവസാനത്തോടെ 9 സ്കൂളുകളുടെയും നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കും. നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി വലിയ പ്രതിസന്ധിയെ മറികടക്കാൻ കഴിയുമെന്ന് MLA പറഞ്ഞു. ഈ അധ്യയന വർഷത്തിൻ്റെ അവസാനത്തോടു കൂടി തന്നെ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാൻ കഴിയും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇതുവഴി 134 ക്ലാസ് റൂമുകൾ നമ്മുടെ മണ്ഡലത്തിൽ ഈ 9 സ്കൂളുകളിലായി നമുക്ക് ലഭിക്കാൻ പോവുകയാണ്. കൂടാതെ 3 സ്കൂളുകളിലേക്ക് പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചുള്ള പദ്ധതികളും അനുവദിച്ചിട്ടുണ്ട്. അതടക്കമാണ് ഈ 134 ക്ലാസ് റൂമുകൾ നമുക്ക് ലഭ്യമാകുന്നത്. പ്ലാൻ ഫണ്ടും കിഫ്ബി ഫണ്ടും കൂടി 24,77,00,000 രൂപയുടെ മൊത്തം പ്രവൃത്തികൾക്കാണ് അംഗീകാരം കിട്ടിയിട്ടുള്ളത്. മിക്ക സ്കൂളുകളുടെയും എസ്റ്റിമേറ്റ് 2008-ലേതായതുകൊണ്ട് എസ്റ്റിമേറ്റുകൾ പുതുക്കേണ്ടതുണ്ട്. മാർച്ച് 15-നുള്ളിൽ കില്ലയുടെ എഞ്ചിനീയറിംഗ് വിങ് സ്കൂളുകൾ സന്ദർശിക്കും. 9 സ്കൂളുകളിലായി 134 പുതിയ ക്ലാസ് റൂമുകളാണ് പുതുതായി ആരംഭിക്കുക. പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് 3 സ്കൂളുകളിലും വിവിധ കെട്ടിട നിർമ്മാണങ്ങളും നടക്കും. ഇതോടെ തിരൂർ നിയോജക മണ്ഡലത്തിൽ മാത്രം 24,77,00,000 രൂപയുടെ പ്രവൃത്തികൾക്കാണ് അംഗീകാരമായത്. സമഗ്ര ശിക്ഷ കേരള തിരൂർ ബ്ലോക്ക് റിസോഴ്സ് സെന്ററിന്റെ നേതൃത്വത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തിയ സ്വയം പ്രതിരോധ പരിശീലന പരിപാടി പെൺകരുത്ത് തെളിയിക്കാനുള്ള വേദിയായി മാറി. പ്രതിരോധത്തിന്റെ ഓരോ ചുവടുകളും കളരി അഭ്യാസികളിൽ നിന്ന് വിദ്യാർത്ഥികൾ കണ്ടും കേട്ടും പഠിച്ചു. സമഗ്ര ശിക്ഷ കേരള തിരൂർ ബ്ലോക്ക് റിസോഴ്സ് സെന്ററിന്റെ നേതൃത്വത്തിൽ സ്കൂൾ വിദ്യാർത്ഥിനികൾക്കായി നടത്തിയ സ്വയം പ്രതിരോധ പരിശീലന പരിപാടിയാണ് പെൺകരുത്ത് തെളിയിക്കാനുള്ള വേദിയായത്. വിദ്യാർത്ഥികൾക്ക് പ്രതിരോധത്തിന്റെ ഓരോ ചുവടുകളും കളരി അഭ്യാസികളിൽ നിന്ന് വിദ്യാർത്ഥികൾ കണ്ടും കേട്ടും പഠിച്ചു. തിരൂർ GMP സ്കൂളിൽ വിദ്യാർത്ഥിനികൾക്കായി നടത്തിയ സ്വയം പ്രതിരോധ പരിശീലന പരിപാടി തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ ഉദ്ഘാടനം ചെയ്തു. പോക്സോ പോലുള്ള പല പ്രവർത്തനങ്ങളും നമ്മൾ കണ്ടുവരികയാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു സാഹചര്യമൊക്കെ നമുക്ക് മനുഷ്യരാണ്, നമ്മളെപ്പോഴും എല്ലാവരും പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം എന്നില്ല. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ സ്വയം അതിൽ നിന്നൊക്കെ മോചിതരാവാനുള്ള ഒരു കഴിവും മാനസികമായുള്ള തയ്യാറെടുപ്പൊക്കെ നമ്മളെ വിദ്യാർത്ഥികൾക്ക് കൊടുക്കേണ്ടതുണ്ട്. അതിന് സ്കൂളും മാനേജ്മെൻറ്റും ബന്ധപ്പെട്ട അധികാരികളെല്ലാവരും അതിന് ശ്രദ്ധിക്കുന്നുണ്ട്. തീർച്ചയായും നമ്മുടെ ഈ GMUP സ്കൂളിലെ കുട്ടികൾ വളരെ നല്ല മികവുറ്റ രീതിയിൽ എല്ലാ തരത്തിലും പാഠ്യവിഷയങ്ങളിലായാലും പാഠ്യേതര വിഷയങ്ങളിലായാലും നല്ല കഴിവുള്ളവരായി തീരാൻ വേണ്ടി ശ്രമിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും തിരൂർ നഗരസഭയുടെ എല്ലാവക പിന്തുണകളും അറിയിക്കുകയാണ്. പ്രശസ്ത കളരി പരിശീലകയും സംസ്ഥാന ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവുമായ ശ്രീകല ഗുരുക്കൾ സ്വയം പ്രതിരോധ പ്രദർശന ക്ലാസ് എടുത്തു.
നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ അബ്ദുൽ സലാം അധ്യക്ഷനായിരുന്നു. വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ചെറാട്ടിൽ സുബൈദ, മേച്ചേരി സലീം, പ്രധാനാധ്യാപകൻ വി ലതീഷ്, BRC ട്രെയിനർ കെ പവിത്രൻ, സിബി ജോർജ എന്നിവർ പ്രസംഗിച്ചു. തിരു ബ്ലോക്കിന് കീഴിൽ 4 കേന്ദ്രങ്ങളിലാണ് വിദ്യാർത്ഥികൾക്ക് കളരി കരാട്ടെ പരിശീലനം നടക്കുന്നത്. BRC തല പരിശീലനം തിരു ബീപ്പേങ്ങാടി ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തി. കരാട്ടെ പരിശീലക ശില്പ ക്ലാസ് എടുത്തു. പരിപാടി തലക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AK ബാബു ഉദ്ഘാടനം ചെയ്തു. K ഉഷ അധ്യക്ഷയായിരുന്നു. V അബ്ദുസിയാദ് പദ്ധതി വിശദീകരിച്ചു. DO KP രമേഷ് കുമാർ, C ചിത്ര, സാം ഡാനിയൽ, പ്രിൻസിപ്പൽ R മിനികുമാരി, KL ഷാജു, K പ്രദീപ് കുമാർ, സുസമ തോമസ്, CP മുംതാസ്, K സൗദാമിനി, സൈനുദ്ദീൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. BRC തല ഉദ്ഘാടനം DO KP രമേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. തിരു GMP സ്കൂൾ പ്രീ പ്രൈമറി പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി തിരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് U സൈനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. തിരു GMP സ്കൂൾ പ്രീ പ്രൈമറി പ്രവേശനോത്സവം വർണ്ണാഭമായി. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി തിരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് U സൈനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ഇത് ടൗൺ പ്രദേശമായതുകൊണ്ട് ഇവിടെയൊക്കെ അധികം കുട്ടികൾ വരാൻ പാവപ്പെട്ട കുട്ടികൾ കുറവാണല്ലോ. അപ്പൊ വരാൻ കുട്ടികളും ഇല്ല. വേറെ പ്രദേശങ്ങളിൽ നിന്ന് വരാൻ വാഹനമില്ല അല്ലേ ടീച്ചറെ? അങ്ങനത്തെ സാഹചര്യമായിരുന്നു. പക്ഷേ ഓരോ കാലത്തെ PTA-കൾ ഓരോ കാലത്തുണ്ടായിരുന്ന അധ്യാപകർ. ചടങ്ങിൽ ദേശാഭിമാനി അക്ഷരമുറ്റം കിസ് ജില്ലാതല മത്സരത്തിൽ UP വിഭാഗം 1ാം സമ്മാനാർഹനായ MV ഹൃദ്യകൃഷ്ണയെ ആദരിച്ചു. PTA എക്സിക്യൂട്ടീവ് അംഗം വിനോദ് തലപ്പള്ളി അധ്യക്ഷനായിരുന്നു. ഹൃദ്യകൃഷ്ണയ്ക്കുള്ള ഉപഹാര സമർപ്പണവും പ്രീ പ്രൈമറി പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി സ്കൂളിലെ ആദ്യ പ്രീ പ്രൈമറി വിദ്യാർത്ഥി നിത രാജേഷിന് കളർ ബോക്സും അഡ്വക്കേറ്റ് U സൈനുദ്ദീൻ സമ്മാനിച്ചു. PTA എക്സിക്യൂട്ടീവ് അംഗം സലീം മേച്ചേരി, CB ജോർജ്, ഹൃദ്യകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപകൻ വി ലതീഷ് സ്വാഗതവും പ്രദീപ് നന്ദിയും പറഞ്ഞു. ഇനിയൊരു ഇടവേള. വാർത്തകൾ തുടർന്നു. സ്ഥലപരിമിതി കൊണ്ട് വീർപ്പുമുട്ടുന്ന തിരു ജില്ലാ ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റിയാക്കി ഉയർത്തുന്നതിന്റെ ഭാഗമായി വളവന്നൂരിലെ ആരോഗ്യ കേന്ദ്രത്തിൽ ജില്ലാ ആശുപത്രിയുടെ ഉപകേന്ദ്രം ആരംഭിക്കുമെന്ന് കുറുക്കുളി മൊയ്തീൻ MLA പറഞ്ഞു. തിരു ജില്ലാ ആശുപത്രിയുടെ സമീപത്തുള്ള സ്ഥലം ഉപയോഗപ്പെടുത്തുന്നതിനായി ബന്ധപ്പെട്ടവരുമായി ആലോചിച്ച് തുടർ നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചതായും അദ്ദേഹം പറഞ്ഞു. വളവന്നൂരിലെ CHCയിലെയും ജില്ലാ ആയുർവേദ ആശുപത്രിയിലെയും സ്ഥലങ്ങളിലായാണ് ജില്ലാ ആശുപത്രിയുടെ ഉപകേന്ദ്രം നിലവിൽ വരിക. തിരു ജില്ലാ ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റി ആകുന്നതോടെ കെട്ടിട നിർമ്മാണത്തിലുള്ള സ്ഥലപരിമിതി മുന്നിൽ കണ്ടാണ് വളവന്നൂരിലെ ആരോഗ്യവകുപ്പ് കേന്ദ്രങ്ങളിൽ ജില്ലാ ആശുപത്രിയുടെ ഉപകേന്ദ്രം വരുന്നതെന്ന് MLA പറഞ്ഞു. ആശുപത്രിയുടെ ഒരു അനുബന്ധ സ്ഥാപനമായി വളവന്നൂരിലെ CHCയെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന തീരുമാനമാണ് ഒന്നുണ്ടായിട്ടുള്ളത്. അത് യോഗ തീരുമാനമായി ഗവൺമെൻറ്റിലേക്ക് ആവശ്യപ്പെടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഭൂസ്വത്തുള്ള ഭൂമി കൈവശമുള്ള സർക്കാർ ആശുപത്രിയാണ് വളവന്നൂരിലെ CHC. അവിടുത്തെ 2 വളരെ പ്രധാനികളായിട്ടുള്ള ആളുകൾ കടായി സെയ്ദ് ഹാജി, പാറയിൽ ബാപ്പു ഹാജി, ബാപ്പു സാഹിബ് എന്നിവർ നൽകിയ സ്ഥലങ്ങളിലാണ് ഇപ്പോൾ 2 ആശുപത്രികൾ, നമ്മുടെ CHCയും അതേപോലെ തന്നെ ജില്ലാ ആയുർവേദ ആശുപത്രിയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 5-ലേറെ ഏക്കർ സ്ഥലം CHCയുടെ കയ്യിലും 2 ഏക്കറയോളം സ്ഥലം ആയുർവേദ ആശുപത്രിയുടെയും കയ്യിലുണ്ട്. അപ്പോൾ ആ സ്ഥലം കൂടി നമ്മുടെ ജില്ലാ ആശുപത്രിക്ക് ഉപയോഗപ്പെടുത്താവുന്ന രീതിയിൽ പുതുതായി വരുന്ന ഡിപ്പാർട്ട്മെൻറ്റുകൾ ജില്ലാ ആശുപത്രിയുടെ തന്നെ ഭാഗമായി പരിഗണിച്ചുകൊണ്ട് അവിടെ തുടങ്ങുക എന്നുള്ള ഒരു മൊത്തത്തിലുള്ള ഒരു തീരുമാനം ഇന്നലെ ഉണ്ടായിട്ടുണ്ട്. ഓങ്കോളജി കെട്ടിടവും ഓപ്പറേഷൻ തിയേറ്റർ കെട്ടിടവും നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കും. പ്രാഥമികമായുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലീകരിക്കും. താൽക്കാലികമായി പുതിയ ഡോക്ടർമാരെ നിയമിക്കാനും തീരുമാനമായിട്ടുണ്ട്. സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായി ഉയർത്തിയ ജില്ലാ ആശുപത്രി ചില ബോർഡുകളും പേരുകളും മാത്രമേ ഇപ്പോൾ ആശുപത്രിയുടെ കൈവശമുള്ളൂ. അതുകൊണ്ട് ആശുപത്രിയുടെ വിപുലീകരണത്തിൻ്റെ ഭാഗമായി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന നിലവാരത്തിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായി അതിൻ്റെ പ്രാഥമിക സൗകര്യങ്ങൾ, അടിസ്ഥാനപരമായി പ്രാഥമിക സൗകര്യങ്ങൾക്ക് തുടക്കം കുറിക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായി കണ്ണ്, ത്വക്ക്, ഫോറൻസിക്, ഗ്യാസ്ട്രോ, ഗൈനക്കോളജി, ഓർത്തോനോളജി, കാർഡിയോളജി തുടങ്ങിയ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ഡോക്ടർമാരിൽ
കൺസൾട്ടന്റുമാരെ കൂടി നിയോഗിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ശുപാർശ യോഗത്തിൽ നിന്ന് ഗവൺമെൻറ്റിലേക്ക് നൽകാൻ തീരുമാനിച്ചു. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ പ്രേംകുമാറിന്റെ അധ്യക്ഷതയിൽ കളക്ടറേറ്റ് ഹാളിൽ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനമായത്. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ചേരിതിരിവുകൾ സൃഷ്ടിക്കുന്ന വർത്തമാനകാലത്ത് സൗഹൃദത്തിന്റെ കൂടിച്ചേരലുകൾക്ക് രാഷ്ട്രീയ പ്രസക്തിയുണ്ടെന്ന് ചെറുകഥാകൃത്ത് പി കെ പാറക്കടവ് പറഞ്ഞു. ചേന്ദ്ര VUP സ്കൂളിൽ ഓർമ്മച്ചെപ്പ് എന്ന പേരിൽ സംഘടിപ്പിച്ച പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 105ാം സ്ഥാപക ദിനത്തോടനുബന്ധിച്ചായിരുന്നു സ്കൂളിൽ സംഗമം ഒരുക്കിയത്. വർഷങ്ങൾക്ക് ശേഷം പഴയ വിദ്യാലയത്തിൽ ഒത്തുകൂടിയപ്പോൾ പൂർവ്വ അധ്യാപകരും വിദ്യാർത്ഥികളും പഴയകാല ഓർമ്മകളിൽ മുഴുകി. സ്കൂളിന്റെ യൂട്യൂബ് ചാനൽ ലോഞ്ചിംഗ് പൂർവ്വ വിദ്യാർത്ഥിയായ മലപ്പുറം പ്രസ് ക്ലബ്ബ് സെക്രട്ടറി KPM റിയാസ് നിർവഹിച്ചു. ചാനലിന് ബി ഹൈവ് എന്ന് പേര് നിർദ്ദേശിച്ച കോട്ട് AUP സ്കൂളിലെ അധ്യാപിക KC സാബിറക്ക് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ തിരു നഗരസഭാ അധ്യക്ഷ AP നസീമ സമ്മാനം നൽകി. ഒരു അധ്യാപകനിൽ നിന്ന് കിട്ടിയ എല്ലാ മൂല്യങ്ങളും ഉൾക്കൊണ്ട് ഇതുവരെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ഇത്രയും. കാരണം 60,000-ഓളം ആളുകളുള്ള തിരൂർ നഗരസഭയിൽ എന്നേക്കാളും ഒരുപാട് ക്വാളിഫൈഡ് ആയ, ഒരുപാട് സാമ്പത്തികമായും അല്ലാതെയും ഒരുപാട് ഉയർന്ന തലങ്ങളിലുള്ള 60,000-ഓളം ആളുകളുള്ള ഒരു സാഹചര്യത്തിലും ദൈവം നിങ്ങളൊക്കെ പകർന്നു തന്ന ഒരു നന്മയുടെ ഫലമാണ് ഇന്ന് ഞാൻ അനുഭവിക്കുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും, എൻ്റെ പ്രിയപ്പെട്ട എന്നെ പഠിപ്പിച്ച ഈ സ്കൂളിലെ എല്ലാ അധ്യാപകർക്കും ദൈവം എല്ലാവിധ നന്മയും തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ചാനലിന് ആമുഖ വീഡിയോ തയ്യാറാക്കിയ K ദീപകിന് സംഗമത്തിൽ അധ്യക്ഷത വഹിച്ച PTA പ്രസിഡന്റ് TN ഷാജി ഉപഹാരം സമ്മാനിച്ചു. PTA നേതൃത്വത്തിലുള്ള ഓർമ്മമരം നടൽ AP നസീമ നിർവഹിച്ചു. PTA പ്രസിഡന്റ് TN ഷാജി, വൈസ് പ്രസിഡന്റ് TC നൂർജഹാൻ, MTA പ്രസിഡന്റ് അനു രാജേഷ്, കമ്മിറ്റി അംഗങ്ങളായ സുഭാഷ്, പ്രദീപ്, ശശി തുടങ്ങിയവർ നേതൃത്വം നൽകി. മംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K പാത്തുമ്മക്കുട്ടി, സ്ഥിരം സമിതി അധ്യക്ഷൻ ഇബ്രാഹിം ചേന്ദ്ര, AEO ഇൻചാർജ് സൈനുദ്ദീൻ, OSO പ്രസിഡന്റ് മൈ ബ്രദർ മജീദ്, സ്റ്റാഫ് സെക്രട്ടറി N നജുമുദ്ദീൻ, വിദ്യാർത്ഥി പ്രതിനിധി ബിന്യാമിൻ എന്നിവർ പ്രസംഗിച്ചു. PK പാറക്കടവിന് ഓർമ്മച്ചെപ്പ് സംഘാടക സമിതി ചെയർമാൻ ജമാൽ ചന്ദ്രയും AP നസീമക്ക് TN ഷാജിയും ഉപഹാരങ്ങൾ നൽകി. പ്രധാന അധ്യാപകൻ V അഷ്കർ അലി സ്വാഗതവും ഓർമ്മച്ചെപ്പ് സംഘാടക സമിതി കൺവീനർ K സുരേഷ് കുമാർ നന്ദിയും പറഞ്ഞു. അധ്യാപകൻ VV മണികണ്ഠൻ ഓർമ്മച്ചെപ്പിന് നേതൃത്വം നൽകി. പൂർവ്വ അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളുമായ വാസന്തി, ജയലത, സുബൈദ, വിശ്വനാഥൻ, പുഷ്പലത, ഡെയ്സി അഗസ്റ്റിൻ, ഷെർലി, ദീപക്, ജമാൽ ചന്ദ്ര, ജോർജ്, റോബിൻ, സാവിത്രി, അധ്യാപകനായ ത്രിവിക്രമൻ തുടങ്ങിയവർ സംസാരിച്ചു. 100ഓളം പേർ സംഗമത്തിൽ കണ്ണികളായി. ഗൂഗിൾ മീറ്റിലൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരും സംഗമത്തിൽ പങ്കെടുത്തു. നിറമുതൂർ പഞ്ചായത്ത് വാർഷിക പദ്ധതിയുടെ ഭാഗമായുള്ള പച്ചക്കറി കൃഷിയുടെ വാർഡ് തല ഉദ്ഘാടനം 7ാം വാർഡ് നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പുതുശ്ശേരി ഉദ്ഘാടനം ചെയ്തു. നിറമുതൂർ ഗ്രാമപഞ്ചായത്തിലെ വാർഷിക പദ്ധതിയുടെ ഭാഗമായി സമഗ്ര പച്ചക്കറി കൃഷിയുടെ വാർഡ് തല ഉദ്ഘാടനം 7ാം വാർഡിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പുതുശ്ശേരി നിർവഹിച്ചു. നമ്മുടെ ഈ കൃഷിയിടം കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ പൂക്കൃഷി നടത്തി വളരെ ഫേമസായ ഒരു കൃഷിയിടാണ്. അവിടെ ഇത്തവണ നമ്മൾ കൃഷി ഇറക്കുന്നത് നമ്മുടെ പഞ്ചായത്തിൻ്റെ അഭിമാന പദ്ധതിയായിട്ടുള്ള സമഗ്ര പച്ചക്കറി വികസന പദ്ധതിയാണ്. ഏകദേശം 20ഓളം ഏക്കറയിൽ വിവിധങ്ങളായിട്ടുള്ള 13 തരം പച്ചക്കറികളും അതുപോലെ തന്നെ ഫ്രൂട്ട്സുകളുമാണ് നമ്മൾ ഇവിടെ വിളയിറക്കുന്നത്. നമ്മുടെ പഞ്ചായത്തിൽ വിവിധ മേഖലകളിൽ അതിൻ്റെ പ്രവർത്തനം ത്വരിതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊണ്ടാരംകുളങ്ങര ക്ഷേത്ര പരിസരത്താണ് കൃഷി തുടങ്ങുന്നത്. കൃഷി ഓഫീസർ സമീർ മുഹമ്മദ് പദ്ധതി വിശദീകരിച്ചു. വിത്തെടുപ്പ് ചടങ്ങിൽ മുൻ പഞ്ചായത്ത് അംഗം തയ്യിൽ ചന്ദ്രൻ, കുന്നുമൽ ദാസൻ, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ബാബു, കൃഷി ഗ്രൂപ്പ് അംഗങ്ങളായ ബാബുലാൽ, രാജൻ, സുധാകരൻ, ചന്ദ്രൻ, കുഞ്ഞിപ്പ, മാനു, മണികണ്ഠൻ, സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. നാട്ടുകാരും ചടങ്ങിൽ പങ്കാളികളായി. താനൂർ CH കെയർ ഫൗണ്ടേഷൻ ഡയാലിസിസ് സെന്ററിന് മുണ്ടത്തോട് മുഹമ്മദ് സൗജന്യമായി നൽകുന്ന 11.5 സെന്റ് ഭൂമിയുടെ രേഖകൾ കൈമാറി. കാട്ടിലങ്ങാടി MTQ സ്കൂളിൽ നടന്ന ചടങ്ങിൽ ET മുഹമ്മദ് ബഷീർ MP രേഖ ഏറ്റുവാങ്ങി. ചടങ്ങിൽ CH കെയർ ഫൗണ്ടേഷൻ ചെയർമാൻ C മുഹമ്മദ് അഷറഫ് അധ്യക്ഷനായിരുന്നു. താനൂർ CH ഫൗണ്ടേഷന് കീഴിൽ ആരംഭിക്കുന്ന ഡയാലിസിസ് സെന്ററിന് മുണ്ടത്തോട് മുഹമ്മദ് സൗജന്യമായി നൽകുന്ന ഭൂമിയുടെ രേഖകൾ കാട്ടിലങ്ങാടി MTQ സ്കൂളിൽ നടന്ന ചടങ്ങിൽ ET മുഹമ്മദ് ബഷീർ MP ഏറ്റുവാങ്ങി. കാട്ടിലങ്ങാടി MTQ കോളേജിന് സമീപമാണ് 11 സെന്റ് ഭൂമി MTQ ട്രസ്റ്റ് ചെയർമാൻ കൂടിയായ മുണ്ടത്തോട് മുഹമ്മദ് തന്റെ ഭാര്യയുടെ ഓർമ്മയ്ക്കായി ഡയാലിസിസ് സെന്റർ നിർമ്മിക്കുന്നതിന് വേണ്ടി CH കെയർ ഫൗണ്ടേഷന് സൗജന്യമായി നൽകിയത്. ഈ താനൂരിന്റെ ഒരു ഭൂമിയുടെ വില ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഇത്രയും ഒരു 10-11 ലക്ഷം 11 സെന്റ് ഭൂമി തികച്ചും ഒരു സൗജന്യമായി മാത്രം പറഞ്ഞുകൂടാ. അതിൻ്റെ മനസ്സിൻ്റെ വലിപ്പം, സൗജന്യം തന്നെ മനസ്സ് അതിനേക്കാൾ വലുതാണ്.
ഈ കാലത്ത് ഇങ്ങനെയുള്ള മനസ്സുകൾ ഉണ്ടാകുന്നത് വളരെ കുറവാണ്. കുറവാണല്ല, ഇത്തരം രോഗികളെ സഹായിക്കുന്ന സംഗതികളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ലാതെ വളരെ സന്തോഷമായി അദ്ദേഹം ഇത് നൽകി. ഈ ലോകത്തും പരലോകത്തും മുഹമ്മദ് ചെയ്തിട്ട് പ്രവർത്തനങ്ങളുടെ സർവശക്തൻ മഹത്തായ സദസ്യയായി സ്വീകരിക്കട്ടെ. ചടങ്ങിൽ CH കെയർ ഫൗണ്ടേഷൻ ചെയർമാൻ സി മുഹമ്മദ് അഷ്റഫ് അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി ടി വി കുഞ്ഞുട്ടി, ട്രഷറർ ബാബു കള്ളിയത്ത, കെ എൻ മുത്തുക്കോയത്തങ്ങൾ, MP അഷ്റഫ്, TBM അബ്ദുൽ കരീം, അഡ്വക്കേറ്റ് KP സൈദലവി, PP ഷംസുദ്ദീൻ, അഡ്വക്കേറ്റ് PP റൌഫ്, MT അബ്ദുൽ അസീസ്, TV കുഞ്ഞൻബാവ ഹാജി, VK ഖാദർ ഹാജി, EP കുഞ്ഞാവ, കൗൺസിലർ രാധിക ശശികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. MP അംസക്കോയ, MP മുഹമ്മദ് ഷരീഫ്, TP കാലിദ്കുട്ടി, K സലാം, റഷീദ് മോര്യ, TV മുഹമ്മദ് ഇസ്മായിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയരുത് എന്ന മുദ്രാവാക്യമുയർത്തി വലിയപാടം കമ്പനിപ്പടി റെയിൽവേ മതിൽ നിർമ്മാണത്തിനെതിരെ LDF താനാളൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. വട്ടത്താണി നടന്ന പ്രതിഷേധ സംഗമം CPM ജില്ലാ കമ്മിറ്റി അംഗം E ജയൻ ഉദ്ഘാടനം ചെയ്തു. LDF താനാളൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വട്ടത്താണിയിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. CPM ജില്ലാ കമ്മിറ്റി അംഗം E ജയൻ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കേരളത്തിലെ ഏറ്റവും വിപ്ലവകരമായ ഒരു പദ്ധതിയുണ്ട്, കെയർ പദ്ധതി. ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഓരോ 500 മീറ്ററിലും ജനങ്ങൾക്ക് ക്രോസ് ചെയ്യാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വേലി കെട്ടി സംരക്ഷിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ മേൽപ്പാലം അല്ലെങ്കിൽ അണ്ടർപാത്ത് വേ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് നമ്മുടെ മുന്നിലുണ്ട്. അത് കെയർ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിനോട് കൂടി മാത്രമേ നടപ്പാക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. നമുക്കറിയാം, കേരളത്തിലെ മിക്കവാറും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒഴിച്ചുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ചില മത സാമുദായിക സംഘടനകളും ഒക്കെ തന്നെ ഒറ്റക്കെട്ടായിട്ട് എതിർക്കുന്ന ഒരു പദ്ധതിയുമാണ് കേരളത്തിൻ്റെ വികസനത്തിന് തുരങ്കം വെക്കുന്ന നടപടികളുമായി, പ്രത്യേകിച്ച് നമ്മുടേതുപോലുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇത് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതാണ്. റെയിൽവേക്ക് ഏത് സമയത്തും ഇത്തരത്തിൽ നിയമപരമായ നടപടിയെടുക്കാൻ അവർക്ക് അധികാരമുണ്ട്, അതവർ ചെയ്യും. അതിനാരോടും ചോദിക്കേണ്ട ഒരാവശ്യം അവർക്കില്ല എന്ന് നിയമപരമായി നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെ വന്നാൽ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന ആളുകളാണ് നമ്മളൊക്കെ തന്നെ. അതിനുള്ള ഒരു പരിഹാരം കൂടിയാണ് കെയർ പദ്ധതി നടപ്പായി കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രയാസങ്ങൾ ഉണ്ടാവുമെന്ന് പോകുന്നത്. LDF മണ്ഡലം കൺവീനർ O സുരേഷ് ബാബു അധ്യക്ഷനായിരുന്നു. P അബ്ദുൽ സമദ്, മേച്ചേരി സൈദലവി, കൊക്കോടി മൊയ്തീൻകുട്ടി ഹാജി, നാദിർഷ കടായിക്കൽ, താനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KM മല്ലിക, വൈസ് പ്രസിഡന്റ് V അബ്ദുൽ റസാഖ്, താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KVA ഖാദർ, P സതീശൻ മാസ്റ്റർ, NP അബ്ദുൽ ലത്തീഫ് തുടങ്ങിയവർ സംസാരിച്ചു. താനൂർ പഞ്ചായത്തിനെ കിഴക്കും പടിഞ്ഞാറുമായി വിഭജിച്ചാണ് ഈ റെയിൽവേ ലൈൻ കടന്നുപോകുന്നത്. ആകെ ജനസംഖ്യയായ 65,000-ൽ പകുതിയോളം പേർ റെയിലിന് പടിഞ്ഞാറ് വശത്താണ് അധിവസിക്കുന്നത്. റെയിൽ മുറിച്ചു കടക്കുക എന്നത് ജനങ്ങളുടെ നിത്യജീവിതത്തിൽ അനിവാര്യമാണ്. ഈ അവസ്ഥ നിലനിൽക്കുമ്പോഴാണ് റെയിൽവേ അധികൃതർ റെയിലിന് സമാന്തരമായി മതിൽ നിർമ്മിക്കാൻ മുതിരുന്നത്. ജനങ്ങളുടെ നിലവിലുള്ള സഞ്ചാര സ്വാതന്ത്ര്യം ഹനിക്കുന്നതാണ് ഈ നടപടി. പൂർണ്ണമായും കൊട്ടിയടക്കാതെ 500 മീറ്റർ ഇടവിട്ടെങ്കിലും ജനങ്ങൾ റെയിൽവേ മുറിച്ചു കടക്കുന്നതിന് നിയന്ത്രിത കവാടങ്ങൾ അനുവദിക്കണമെന്നും ഏറ്റവും കൂടുതൽ ജനങ്ങൾ റെയിൽവേ ട്രാക്ക് മുറിച്ചു കടക്കുന്ന വട്ടത്താണിയിൽ ഉചിതമായ വിപുലമായ സൗകര്യം ഉടൻ ഒരുക്കണമെന്നും LDF പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു. ചെറുമുണ്ടം ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഹൈടെക് സ്റ്റാഫ് റൂമും ഓഫീസും ഒരുങ്ങി. ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. ഓഫീസിലേക്ക് ആവശ്യമായ ഫർണിച്ചറുകളും ജില്ലാ പഞ്ചായത്ത് ഒരുക്കിയിട്ടുണ്ട്. പദ്ധതിയുടെ ഉദ്ഘാടനം വ്യാഴാഴ്ച രാവിലെ 10-ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ നിർവഹിക്കും. ചെറുമുണ്ടം ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്ന് SLC-യിൽ 100% വിജയമൊരുക്കിയ അധ്യാപകർക്ക് സ്നേഹസമ്മാനമായി ജില്ലാ പഞ്ചായത്ത് തയ്യാറാക്കിയ ഹൈടെക് സ്റ്റാഫ് റൂമും ഓഫീസും വ്യാഴാഴ്ച സമ്മാനിക്കും. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് 2021-22 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 15 ലക്ഷം രൂപ വകയിരുത്തിയാണ് ഓഫീസും സ്റ്റാഫ് റൂം ആധുനികവൽക്കരിച്ചത്. ഹയർ സെക്കൻഡറി ഓഫീസിലേക്കും പദ്ധതിയുടെ ഭാഗമായി അത്യാവശ്യ ഫർണിച്ചറുകൾ നൽകിയിട്ടുണ്ട്. വ്യാഴാഴ്ച കാലത്ത് 10 മണിക്ക് ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ VKM ഷാഫിയുടെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള ഒഴൂർ മണലിപ്പുഴ മേരിക്കുന്ന് GLP സ്കൂൾ റോഡിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീദേവി പ്രാക്കുന്ന് നിർവഹിച്ചു. 25 ലക്ഷം രൂപ ചെലവിട്ട് റോഡിന്റെ മേൽഭാഗ പ്രവൃത്തിയാണ് നടത്തുന്നത്. മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഹനീഫ പുതുപ്പറമ്പ് വകയിരുത്തിയ ഒഴൂർ മണലിപ്പുഴ മേരിക്കുന്ന് GMLP സ്കൂൾ പരിസരത്തേക്ക് 25 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന മേൽഭാഗം പ്രവൃത്തി ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീദേവി പ്രാക്കുന്ന് നിർവഹിച്ചു. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ മണാലിപ്പുഴക്കാരുടെയും പ്രദേശവാസികളുടെയും ചിരകാല സ്വപ്നമാണ് ഈ പ്രവൃത്തിയിലൂടെ യാഥാർത്ഥ്യമാകുന്നത്. മണലിപ്പുഴ മേരിക്കുന്ന് GMLP സ്കൂൾ റോഡിന്റെ പുനർനിർമ്മാണങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു വർക്ക് ഇന്നേ ദിവസം തന്നെ ഉദ്ഘാടനം ചെയ്തു. മറ്റൊന്ന് വാർഡ് മെമ്പറുടെ പ്രയത്നം കാരണം ഈ റോഡിന് അടിയിൽ ഗതാഗതം ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ സമയത്ത് മഴയും അതുപോലെ തന്നെ ഇലക്ഷൻ്റെ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നിയമപരമായിട്ട് അതിന് ചില തടസ്സങ്ങൾ നേരിട്ടതുകൊണ്ട്
ഏകദേശം കുറഞ്ഞ ഒരു കാലയളവ് ഈ റോഡിൻ്റെ നിർമ്മാണത്തിൽ താമസം വന്നിട്ടുണ്ട്. ഈ പ്രദേശവാസികൾ നിരന്തരമായ ആവശ്യം മാനിച്ചുകൊണ്ടും പ്രത്യേകിച്ച് ഇവിടെ ഒരു ഉത്സവം വരുന്ന 6-ാം തീയതി നടക്കാൻ പോകുന്നതുകൊണ്ട് ഇത്രയും പെട്ടെന്ന് അന്നേ ദിവസത്തേക്ക് ഭഗവതി ക്ഷേത്രം അതുകൊണ്ട് ഇന്നേ ദിവസം തന്നെ 2 റോഡും ഉദ്ഘാടനം ചെയ്ത് ആ ഉത്സവ ദിവസം ഇവിടെയുള്ള ഭക്തർക്ക് ഈ റോഡ് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഇന്ന് ആസൂത്രണം ചെയ്ത് ഉദ്ഘാടനങ്ങൾ മെമ്പർമാരും ഓഫീസറും ഉദ്യോഗസ്ഥരും എല്ലാവരും ചേർന്ന് ഇന്നേ ദിവസത്തേക്ക് ഒരുക്കിയിട്ടുള്ളത്. IHDP കോളനി, GMLP സ്കൂൾ, അംഗനവാടി, കൈതക്കാട്ടിൽ ഭഗവതി ക്ഷേത്രം, ജലനിധി കേന്ദ്രം മുതലായ ഒട്ടനവധി കേന്ദ്രങ്ങളിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്ന ഈ പദ്ധതി വളരെ സന്തോഷത്തോടെയാണ് നാട്ടുകാരും പ്രദേശവാസികളും എതിരേറ്റത്. കോളനിയിലേക്ക് 2 മിനിമം സ്ലേറ്റ് നൽകാമെന്ന് പ്രദേശവാസികൾക്ക് ജില്ലാ പഞ്ചായത്ത് അംഗം ഉറപ്പു നൽകി. വാർഡ് മെമ്പർ സുബൈദ കബീർ, സുബൈർ കെണിയേരി, ഖാദർ MK, നാസർ വടാട്ട്, അയ്യൂബ് വരിക്കോട്ടിൽ, നീലങ്ങത്ത് സൈദലവി, TK റാഫി, അനീഷ് വലിയാട്ടിൽ, ജാബിർ എന്നിവർ സംസാരിച്ചു. താനാളൂർ കേപ്പുരം കുണ്ടുങ്ങൽ കൈനിപ്പാടം ഇടവഴി റോഡ് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. 9 ലക്ഷം രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ റോഡിന്റെ ഉദ്ഘാടനം ET മുഹമ്മദ് ബഷീർ MP നിർവഹിച്ചു. താനാളൂർ പഞ്ചായത്തിലെ 20-ാം വാർഡിൽ നവീകരണ പ്രവൃത്തി പൂർത്തീകരിച്ച കുണ്ടുങ്ങൽ ഇടവഴി കൈനിപ്പാടം റോഡ് ET മുഹമ്മദ് ബഷീർ MP ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ചാത്തിരി സുലൈമാൻ അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K സൽമത്ത്, ജില്ലാ പഞ്ചായത്ത് അംഗം VKM ഷാഫി, താനാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K മല്ലിക ടീച്ചർ, P ജ്യോതി, K ഫാത്തിമ ബീവി, K മുത്തുക്കോയത്തങ്ങൾ, O രാജൻ, വൈലിശ്ശേരി ഗംഗാധരൻ നായർ, നാരായണൻകുട്ടി, ബാബു പട്ടേരിപ്പാട്ട്, MK നാസർ, അബ്ദുറഹ്മാൻ, K വൈസ്, മുനീർ, T മുഹമ്മദ് കുട്ടി, ജിൽഷാദ്, ഷിയാബ്, റാസിഖ്, അക്ബർ, കബീർ തുടങ്ങിയവർ സംബന്ധിച്ചു. പച്ചാടി ആവൻകോട്ട ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം വിവിധ ചടങ്ങുകളോടെ നടന്നു. നിരവധി ഭക്തർ മഹോത്സവത്തിൽ പങ്കാളികളായി. പച്ചാടി ആവൻകോട്ട ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം വിവിധ ചടങ്ങുകളോടെ നടന്നു. ചൊവ്വാഴ്ച പുലർച്ചെ ഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. തുടർന്ന് നിർമ്മാല്യം, മേളം, പാലമ്പൊടി പൂജ, പുണ്യാഹത്തിന് പുറപ്പെടൽ, താഴംപകയും അരങ്ങേറി. ക്ഷേത്രത്തിൽ നടന്ന വിവിധ ചടങ്ങുകളിൽ നിരവധി ഭക്തർ പങ്കാളികളായി. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടർന്നു. കേരളത്തിൽ 12,223 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. എറണാകുളത്താണ് കൂടുതൽ പേർക്കും രോഗം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിടെ 77,598 സാമ്പിളുകളാണ് പരിശോധിച്ചത്. എറണാകുളം 2,944, തിരുവനന്തപുരം 1,562, കോട്ടയം 1,062, കൊല്ലം 990, കോഴിക്കോട് 934, തൃശൂർ 828, ഇടുക്കി 710, ആലപ്പുഴ 578, പത്തനംതിട്ട 555, വയനാട് 495, കണ്ണൂർ 444, പാലക്കാട് 438, മലപ്പുറം 419, കാസർഗോഡ് 424 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 2,32,052 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. 765 പേരെയാണ് പുതുതായി ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചത്. നിലവിൽ 1,13,798 കോവിഡ് കേസുകളിൽ 4.5% വ്യക്തികൾ മാത്രമാണ് ആശുപത്രി അല്ലെങ്കിൽ ഫീൽഡ് ആശുപത്രികളിൽ പ്രവേശിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 25 മരണങ്ങളാണ് COVID-19 മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇതുകൂടാതെ മുൻ ദിവസങ്ങളിൽ മരണപ്പെടുകയും എന്നാൽ രേഖകൾ വൈകി ലഭിച്ചതുകൊണ്ടുള്ള 118 മരണങ്ങളും സുപ്രീം കോടതി വിധി പ്രകാരം കേന്ദ്ര സർക്കാരിന്റെ പുതിയ മാർഗനിർദ്ദേശമനുസരിച്ച് അപ്പീൽ നൽകിയ 195 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കരുതിയിരിക്കാം, കരുത്തു നേടാൻ പ്രമേയവുമായി SYS മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മീറ്റ് ആൻഡ് ട്രീറ്റ് സമ്പർക്ക യാത്രയ്ക്ക് സ്വീകരണം നൽകി. പച്ചാടി നൂറിലേക്ക് നടന്ന സ്വീകരണ പരിപാടി സമസ്ത മുഷാവറ അംഗം മുസ്തഫ ഫൈസി ഉദ്ഘാടനം ചെയ്തു. SYS മലപ്പുറം വെസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി KKS തങ്ങൾ നേതൃത്വം നൽകുന്ന മീറ്റ് ആൻഡ് ട്രീറ്റ് സമ്പർക്ക യാത്രയ്ക്ക് സ്വീകരണം നൽകി. നൂറിലേക്ക് പാർക്കിൽ നടന്ന സ്വീകരണ ചടങ്ങിൽ സമസ്ത മുഷാവറ അംഗം മുസ്തഫ ഫൈസി ഉദ്ഘാടനം ചെയ്തു. ഒരു പ്രവൃത്തിയുടെ അവസാനം മറ്റൊരു പ്രവൃത്തിയുടെ ആരംഭമായിരിക്കണം. ഇവിടെ ജീവിക്കുന്ന കാലത്തോളം വിശ്രമമില്ല. ഇതാണ് ഈ അധ്യായത്തിന്റെ ഏറ്റവും വലിയ ആദർശപരമായ പ്രസക്തി. തിരൂർ മുനിസിപ്പൽ വെട്ടം പഞ്ചായത്ത് SYS കമ്മിറ്റികൾ സംയുക്തമായാണ് സ്വീകരണം സംഘടിപ്പിച്ചത്. സൈനുൽ ആബിദീൻ ഹുദവി മുഖ്യപ്രഭാഷണം നടത്തി. മലപ്പുറം ജില്ലാ പ്രസിഡന്റ്
CH ത്വയ്ബ് ഫൈസി, ജാഥ ക്യാപ്റ്റൻ KKS തങ്ങൾ, വെട്ടിച്ചിറ മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് CH ത്വയ്ബ് ഫൈസി, കാടാമ്പുഴ മൂസ ഹാജി, കീഴടത്തിൽ ഇബ്രാഹിം ഹാജി, റഹീം മാസ്റ്റർ സലീം നടുവിലങ്ങാടി, PV ബഷീർ പറവണ്ണ, PK മുഹമ്മദ് ഷാഫി എന്നിവർ സംസാരിച്ചു. ജലീൽ മൗലവി, ബീരാൻ ഹാജി, K അബ്ദുൽ വാഹിദ്, ഷിഹാബ് തുമ്പിൽ, NP ബഷീർ, സുബൈർ പാൻ ബസാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. താനൂർ പ്രസ് റിപ്പോർട്ടേഴ്സ് ക്ലബ്ബിലേക്ക് അഡ്വക്കേറ്റ് PP റൌഫ് കമ്പ്യൂട്ടർ നൽകി. താനൂർ പ്രസ് റിപ്പോർട്ടേഴ്സ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ ഭാരവാഹികൾ കമ്പ്യൂട്ടർ ഏറ്റുവാങ്ങി. താനൂർ പ്രസ് റിപ്പോർട്ടേഴ്സ് ക്ലബ്ബിലേക്ക് മുൻ ഗവൺമെന്റ് അഡീഷണൽ പ്ലീഡർ അഡ്വക്കേറ്റ് PP റൌഫാണ് കമ്പ്യൂട്ടർ നൽകിയത്. റിപ്പോർട്ടേഴ്സ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ ഭാരവാഹികൾ കമ്പ്യൂട്ടർ ഏറ്റുവാങ്ങി. ഒരു ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സിലും അതുപോലെ തന്നെ താലൂക്ക് കേന്ദ്രങ്ങളിലൊക്കെ തന്നെയാണ് ഒരു ഗംഭീരമായ പ്രസ് ക്ലബ്ബ് കാണാറുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നത് തിരൂരിനേക്കാളും മറ്റു ജില്ലയിലെ പ്രധാന കേന്ദ്രങ്ങളെക്കാളൊക്കെ തന്നെ ഒരു എന്തുകൊണ്ടും കിടപിടിക്കാവുന്ന ഒരു പ്രസ് ക്ലബ്ബാണ് നമുക്കിവിടെ അറേഞ്ച് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഇവിടുത്തെ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന പത്രപ്രവർത്തകന്മാരെ ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ചടങ്ങിൽ അഫ്സൽ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി പ്രേമനാഥൻ താനൂർ, VP ശശികുമാർ, ഉബൈദുള്ള താനാളൂർ തുടങ്ങിയവർ സംസാരിച്ചു. റഷീദ് മൗര്യ, റോയൽ വിജയൻ, സദഖത്തുള്ള താനൂർ, ഷഫീഖ് താനൂർ, അബ്ദുൽ കലാം ആസാദ്, സലാഹുദ്ദീൻ, റസാഖ് തക്കയിൽ തുടങ്ങിയവർ പങ്കെടുത്തു. നിറപുത്തൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ മാസച്ചന്ത നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പുതുശ്ശേരി ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ അംഗങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നതിനായി നിറപുത്തൂർ ഗ്രാമപഞ്ചായത്ത് CDSന്റെ നേതൃത്വത്തിൽ മാസച്ചന്ത ആരംഭിച്ചു. മാസച്ചന്തയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പുതുശ്ശേരി നിർവഹിച്ചു. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി E ബിന്ദു അധ്യക്ഷയായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിമോൾ, CDS ചെയർപേഴ്സൺ PP ശാന്ത, പഞ്ചായത്ത് അംഗങ്ങളായ സാധുത, മനീഷ് അലിച്ചുവട, ആബിദ പുളിക്കൽ, പഞ്ചായത്ത് ജീവനക്കാർ, ME കൺവീനർ, അക്കൗണ്ട്, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. വർഷം തോറും നടത്തിവരാനുള്ള കൂട്ട് കല്ലിങ്ങൽ കുഞ്ഞു ഷഹീദ് മക്കാം നേർച്ച ഫെബ്രുവരി 26-27 തീയതികൾ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 26-ന് വൈകിട്ട് 4 മണിക്ക് ജാറം മൈതാനം പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന ഘോഷയാത്ര വൈകിട്ട് 7 മണിയോടെ നഗരം ചുറ്റി ജാറം മൈതാനത്ത് എത്തിച്ചേരും. തുടർന്ന് നേർച്ച കമ്മിറ്റി ഭാരവാഹികൾ ചേർന്ന് കൊടിയേറ്റും. ഘോഷയാത്രയോടൊപ്പം ഗജവീരന്മാരുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെയുള്ള വരവുകളും ജാറം മൈതാനത്ത് പ്രവേശിക്കും. 27-ന് വൈകിട്ട് പ്രദേശത്തു നിന്നുള്ള നിരവധി വരവുകളും ജാറം മൈതാനത്ത് എത്തിച്ചേരും. ബഹുമാനപ്പെട്ട കല്ലുങ്ങൽ കുഞ്ഞൻ ഷഹീദ് റളിയല്ലാഹു അൻഹു മക്കാം അവിടുത്തെ നേർച്ച, വലിയ നേർച്ച ഈ വരുന്ന ഫെബ്രുവരി 26, 27 ശനി, ഞായർ എന്നീ ദിവസങ്ങളിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. എല്ലാവരും എന്നോട് ബന്ധപ്പെട്ട് മക്കാമിൻ്റെ പരിസരവാസികളും പ്രത്യേകമായിട്ട് എല്ലാ വിഷയങ്ങളിലും വന്ന് പങ്കെടുത്ത് ഈ പരിപാടി വളരെ വിജയകരമാക്കി തരണം. ഇൻഷാ അല്ലാഹ് ഇതുവരെ നമുക്കൊരു കോട്ടങ്ങളും തട്ടിയിട്ടില്ല. മരുന്നുകളും ആനയും മറ്റുള്ള എല്ലാ ചെറിയ ആഘോഷങ്ങളോട് കൂടിയിട്ട് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ പെർമിഷനൊക്കെ സ്റ്റേഷനിൽ നിന്നിട്ടും നമുക്ക് ഫോറസ്റ്റ് പോയിട്ട് ആൻ്റെ എല്ലാ സംവിധാനങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. 20-ന് ഞായറാഴ്ച ചെറിയ കൊടിയേറ്റവും നടക്കുമെന്ന് നേർച്ച കമ്മിറ്റി ഭാരവാഹികളായ റസാഖ് കടയങ്ങൽ, അസം തേപ്പുംകാട്ടിൽ, ഇബ്രാഹിം മച്ചിഞ്ചേരി, ഹംസ മേടമ്മൽ എന്നിവർ പറഞ്ഞു. ചെറിയ കൊടിയേറ്റം അടുത്ത ഞായറാഴ്ച 20-ാം തീയതി 7 മണിക്ക് കൊടി കയറുന്നതാണ്. ചെറിയ കൊടിയേറ്റം കയറുന്നതാണ്. എല്ലാം കഴിച്ചാൽ കരിമരുന്ന്, പിന്നെ നമ്മളെ നേർച്ചക്ക് ആന, ബാൻഡ് മേളം ഒക്കെ എല്ലാ സൗകര്യത്തോടും കൂടിയിട്ട് തന്നെയാണ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. തിരൂർ പച്ചാട്ടി സ്വദേശിനി കല്ലേരി പത്മിനി നിര്യാതയായി. കേബിൾ ഓപ്പറേറ്റർ രാജേഷ്, ഗിരീഷ്, സുനിത എന്നിവർ മക്കളാണ്. പരേതനായ ഗോപാലാണ് ഭർത്താവ്. തിരൂർ തെക്കുമുറി സ്വദേശി കട്ടച്ചിറ കൊട്ടാരംപള്ളിക്ക് സമീപം താമസിക്കുന്ന ചെറിയേരി പീഡിയക്കൽ മുഹമ്മദ് കുട്ടി ഹാജി നിര്യാതനായി. 88 വയസ്സായിരുന്നു. തിത്തുമുവാണ് ഭാര്യ. സിദ്ദിഖ്, സുഹറ, ഹസീസ്, അഷ്റഫ്, സാജിദ, പരേതനായ അബ്ദുൽ മനാഫ് എന്നിവർ മക്കളാണ്. തിരു തെക്കുമുറി പടിഞ്ഞാറ് വീട്ടിൽ ചെറിയേരിപ്പറമ്പിൽ PC ഉണ്ണികൃഷ്ണൻ നിര്യാതനായി. 81 വയസ്സായിരുന്നു. പരേതയായ സരസ്വതിയാണ് ഭാര്യ. പ്രവീൺ കുമാർ, പ്രദീപ് കുമാർ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തീരദേശത്ത് ലഹരി എത്തിച്ച് വിൽപ്പന നടത്തുന്ന 2 പേർ തിരൂർ പോലീസിന്റെ പിടിയിലായി. കൂട്ടായി സ്വദേശി റഷീദ്, പച്ചാട്ടി സ്വദേശി ദജാനി എന്നിവരെയാണ് തിരൂർ CI ജിജോയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. സ്ഥലപരിമിതി കൊണ്ട് വീർപ്പുമുട്ടുന്ന തിരൂർ ജില്ലാ ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റിയാക്കി ഉയർത്തുന്നതിന്റെ ഭാഗമായി വളവന്നൂരിലെ ആരോഗ്യ കേന്ദ്രത്തിൽ തിരൂർ ജില്ലാ ആശുപത്രിയുടെ ഉപകേന്ദ്രം ആരംഭിക്കുമെന്ന് MLA കുറുക്കുളി മൊയ്തീൻ. ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയരുതെന്ന മുദ്രാവാക്യമുയർത്തി വലിയപാടം കമ്പനിപ്പടി റെയിൽവേ മതിൽ നിർമ്മാണത്തിനെതിരെ LDF താനൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. കേരളത്തിൽ 12,223 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു.
എറണാകുളത്താണ് കൂടുതൽ പേർക്കും രോഗം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിടെ 77,598 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ഇതോടുകൂടി ഈ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.